ഹായ്, എല്ലാവർക്കും സിനീസ് ഫുഡ് കോർട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സമൂസയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മളിവിടെ ഒരു വെജിറ്റബിൾ സമൂസയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വ്യത്യസ്തമായിട്ട് മൈദയും ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സമൂസ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. സമൂസ ഷീറ്റൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഷീറ്റ് റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് കറക്റ്റായിട്ടൊരു അളവില്ല, നമുക്ക് പകുതി ഗോതമ്പ് പൊടി പകുതി മൈദ ആ രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ അതേ കപ്പിന് തന്നെ അളന്നിട്ട് 1/2 കപ്പ് മൈദ കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇങ്ങനെ ഗോതമ്പ് പൊടിയും മൈദയും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സമൂസ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഇളം ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഒത്തിരി ചൂട് വേണ്ട, ഒരു നേരിയതായിട്ടൊരു ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന പോലെ തന്നെ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക. ഇപ്പം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂറൊക്കെ ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്ന് കവർ ചെയ്തിട്ട് അരമണിക്കൂറൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കിയുള്ള മസാലകൾ കൂട്ടി കൊടുത്താലും മതി. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 സവാള ഇതുപോലെ നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ ഇതുപോലെ നല്ല ചെറുതായിട്ട് അരിയുന്നതാണ് കുറച്ചും കൂടെ നല്ലത് സമൂസയൊക്കെ ചെയ്യുമ്പോൾ. ഇനി സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഒത്തിരി അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരുപാട് അങ്ങ് ബ്രൗൺ കളറാക്കിയൊന്നും എടുക്കണ്ട, ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. ആ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ഞാനിവിടെ ക്യാരറ്റ് ചേർക്കുന്നുണ്ട്. 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്യാതെ വേണമെങ്കിലും ചേർക്കാം. പിന്നെ ക്യാരറ്റ് അല്ലാതെ നിങ്ങൾക്ക് വേറെ പച്ചക്കറികളൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഗ്രീൻ പീസൊക്കെ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റാണ് ചേർക്കുന്നത്. ഇനി ഈ ക്യാരറ്റും സവാളയൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഗ്രേറ്റ് ചെയ്തായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാരറ്റൊക്കെ വെന്ത് കിട്ടും. ഇപ്പോൾ ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1.5 ടീസ്പൂൺ ഗരം മസാല, ഇത്രയാണ് മസാലയായിട്ട് ചേർക്കുന്നത്. അപ്പോൾ മസാലയുടെയൊക്കെ ഒരു അളവ് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ച് അത് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയിലയുടെ ഫ്ലേവർ കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഫില്ലിങ്ങിന്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മാവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് കുഴച്ച് നമുക്ക് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 6 ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. ഈ ഒരളവിൽ നമുക്ക് 6 എണ്ണമാണ് ചെയ്തിട്ടെടുക്കാൻ പറ്റുക. ഇനി ഓരോന്നായിട്ട് നമുക്കിതൊന്നും പരത്തിയെടുക്കണം. നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കുക. ഒത്തിരി കനം കുറച്ച് പരത്തണ്ട, കുറച്ചൊരു കട്ടിയിൽ തന്നെ ഇരുന്നോട്ടെ, കാരണം നമുക്കിത് വീണ്ടും പരത്തിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഒരു മൂടി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒരേ ഷേപ്പിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും പരത്തിയെടുക്കുക. പിന്നെ ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് പരത്താനൊക്കെ കുറച്ചും കൂടെ എളുപ്പമാണ്. പരത്തിയെടുത്തതിന് ശേഷം ഓരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് എണ്ണ തേച്ച് കൊടുക്കുക. ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടുത്ത ഷീറ്റ് വെച്ച് കൊടുക്കുക. ഇതുപോലെ 6 എണ്ണവും നമ്മൾ എണ്ണ തേച്ച് അതുപോലെ പൊടിയിട്ടിട്ട് ഓരോന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് 6 എണ്ണവും വെച്ചിട്ടെടുക്കണം. ഇപ്പോൾ ദാ ഞാൻ 6 എണ്ണവും ഇതുപോലെ എണ്ണ തേച്ച് പൊടിയിട്ട് ഇതുപോലെ ഒരുമിച്ചാക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ?
അപ്പോൾ എല്ലാം ഒരേ അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഒരേ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിന് ശേഷം ഇത് നമ്മൾ ഒന്നുകൂടെ പരത്തിയെടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പരത്തിയത് ഒത്തിരി കനം കുറക്കണ്ട എന്ന് പറഞ്ഞത്. കാരണം നമ്മൾ ഇതുപോലെ പരത്തിയെടുക്കുമ്പോൾ എല്ലാം കുറച്ചും കൂടെ കനം കുറച്ച് കിട്ടും. അപ്പം മാക്സിമം ഒരു വട്ടത്തിൽ നമ്മളിതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. കണ്ടില്ലേ, ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ 6 എണ്ണവും ഇതുപോലെ ഒരുമിച്ച് വെച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഒത്തിരി വേവിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് ഇതിട്ട് കൊടുത്തതിന് ശേഷം ഒരു 1-2 മിനിറ്റ് ഇത് തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് ചുട്ടെടുത്താൽ മാത്രം മതി. ഒത്തിരി നമ്മൾ സാധാരണ ചപ്പാത്തി ഒന്നും വേവിക്കുന്ന പോലെ ഒന്നും വേവിച്ചൊന്നും എടുക്കണ്ട. ഇപ്പോൾ ഒരു സൈഡൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൂടെ കൊടുക്കാം. കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ 2 സൈഡും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ സാധാരണ സമൂസ ഷീറ്റ് പോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 കോൺ ഷേപ്പിലാണ് എടുക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ വേസ്റ്റേജ് ഒന്നും വരില്ല ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ. മറ്റേതാകുമ്പോൾ സൈഡൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടി വരും. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ 6 എണ്ണവും നമുക്കിതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നമ്മൾ എണ്ണ തേച്ച് പൊടിയിട്ട് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണ്. കുറച്ച് സൂക്ഷിച്ച് ചെയ്യണം എന്നേ ഉള്ളൂ, കാരണം ചിലപ്പോൾ അല്ലെങ്കിൽ കീറിപ്പോവാൻ സാധ്യതയുണ്ട്. കുറച്ച് പതുക്കെ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല എളുപ്പത്തിൽ തന്നെ ഇതുപോലെ ഓരോ ഷീറ്റായിട്ട് ചെയ്തിട്ടെടുക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ, അപ്പോൾ നല്ല നേരിയതായിട്ടുള്ള ഇതുപോലത്തെ ഷീറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ബാക്കിയുള്ള ഷീറ്റ് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാവുന്നതാണ്, ഫ്രീസറിൽ വെക്കാം. ഇനി നമുക്ക് സമൂസ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഒരു പേസ്റ്റ് പോലെ നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഓരോ കോണായിട്ട് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് നടുക്കോട്ടാക്കി മടക്കി കൊടുക്കുക. എന്നിട്ട് ആ ഭാഗത്ത് ഇതുപോലെ മൈദ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇപ്പുറത്തെ സൈഡും ഇതുപോലെ മടക്കിയെടുക്കുക. അപ്പോൾ നമുക്കൊരു കോൺ ഷേപ്പിൽ കിട്ടും. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് കിട്ടും. അതിനുശേഷം ഉള്ളിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഫില്ലിംഗ് വെച്ചിട്ട് നന്നായിട്ട് ഉള്ളിലേക്ക് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കണം. ഒട്ടും ഫില്ലിംഗ് പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ കവർ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ആ കോൺ ഷേപ്പിൽ നന്നായിട്ട് മൈദയുടെ പേസ്റ്റ് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഈ സൈഡൊക്കെ ഒന്ന് നന്നായി ഒട്ടിച്ചെടുക്കണം. അപ്പം ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് ചെയ്തിട്ടെടുക്കാം. കണ്ടില്ലേ, ഒരു സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് മടക്കുക, മൈദയുടെ പേസ്റ്റ് തേക്കുക, അപ്പുറത്തെ സൈഡ് ഒട്ടിക്കുക. അപ്പോൾ നമുക്കിതുപോലെ നല്ല കോൺ ഷേപ്പിൽ കിട്ടും. ഇത് കുറച്ചും കൂടെ എളുപ്പമാണ്. നമ്മൾ മറ്റേ നീളത്തിലുള്ള ഷീറ്റ് മടക്കി എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒരു എളുപ്പത്തിലുള്ള ഒരു സമൂസയാണ് ഈ ഒരു രീതിയിൽ. ഇതുപോലെ ഞാൻ എല്ലാം ഇതുപോലെ മടക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സമൂസയും നമുക്കിതുപോലെ എളുപ്പത്തിൽ തന്നെ മടക്കിയിട്ടെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് എണ്ണ വെച്ച് ചൂടാക്കുക. അതിലേക്ക് നമ്മുടെ ഈ സമൂസ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ 2 സൈഡും മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഒരു ഗോൾഡൻ കളറൊക്കെ ആവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. ഇപ്പോൾ നമ്മുടെ സമൂസയൊക്കെ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളർ ആകുമ്പോഴത്തേക്കും നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാവുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസയാണ്. പെട്ടെന്ന് തന്നെ നമുക്കെല്ലാം ഫ്രൈ ചെയ്തിട്ടെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ സമൂസയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടുത്ത് ബെല്ലൈക്കൺ വരും, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്